നമസ്കാരം. മാവിന് പുഷ്പിക്കുന്ന സമയത്ത് ജലസേചനം ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് കൃഷിക്കാർക്ക്. സാധാരണഗതിയിൽ നമ്മൾ ജലസേചനം ചെയ്യുന്ന രീതിയിൽ തുടർന്ന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാന സംശയം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മാവ് പുഷ്പിക്കുന്ന സാധാരണഗതിയിൽ പുഷ്പിക്കുന്ന ആ സമയത്തിന് ഏകദേശം 2-3 മാസം മുമ്പേ നമ്മൾ നനക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തുന്നതാണ് നല്ലത്. മാവ് പുഷ്പിക്കുന്നതിന്റെ 2-3 മാസം മുമ്പേ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തുലാവർഷത്തിന് ശേഷം തന്നെ മാവിന് ജലസേചനം ചെയ്യുന്നത് നിർത്താം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഘട്ടത്തിൽ മാവിന് നനക്കുകയാണെങ്കിൽ അത് മാവിന്റെ കായിക വളർച്ചയെ സ്വാധീനിക്കും. കൂടുതലായിട്ട് ഇലകളും ചെറിയ ശിഖരങ്ങളൊക്കെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് വെള്ളം കൊടുക്കാതെ മാവിന് ഒരു സമ്മർദ്ദം കൊടുക്കുകയാണെങ്കിൽ, ഒരു സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, ഈ കായിക വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഊർജവും അതിലെ പോഷകാംശങ്ങളൊക്കെ തന്നെ മാവ് അത് പുഷ്പിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ പൂങ്കുലകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ആ സമയത്ത് പുഷ്പിക്കുന്നതിന്റെ 2-3 മാസം, സാധാരണഗതിയിൽ ഇപ്പോൾ നവംബർ കഴിഞ്ഞ് ഒരു ഡിസംബർ ജനുവരി അല്ലെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി ആ കാലഘട്ടത്തിൽ നമ്മൾ മാവിനെ നനക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അതിനെ പൊതുവെ പറയുന്നത് സ്ട്രെസ് ഫേസ് എന്ന് പറയും. മാവിനൊരു സ്ട്രെസ് കൊടുക്കുക, അതുവഴി കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകുക എന്നുള്ളത്. പിന്നീട് വരുന്നത് പുഷ്പിച്ചു കഴിഞ്ഞ് ചെറിയ ചെറിയ മാങ്ങകൾ, ഉണ്ണിമാങ്ങകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടമാണ്. അതായത് ജലസേചനത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ഈ ഘട്ടത്തെ പറയുന്നത് ഹോൾഡ് ഫേസ് എന്നാണ്. ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നനക്കണം. നേരത്തെ പറഞ്ഞ പോലെ നനക്കാതിരിക്കലല്ല, നനക്കണം. പക്ഷെ ആ നനവിന്റെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകണം. മിതമായ രീതിയിൽ മാത്രം ജലസേചനം ചെയ്യുക. കാരണം നമ്മൾ ജലസേചനം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉണ്ണിമാങ്ങകൾ വലിയൊരു ഭാഗവും പൊഴിഞ്ഞു പോകും. അമിതമായിട്ട് ജലസേചനം ചെയ്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ജലസേചനം ചെയ്യാനും പാടില്ല, അതേസമയത്ത് ജലസേചനം നിർത്താനും പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്നത് ഹോൾഡ് ഫേസ് എന്നാണ്. ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടത്തിന് പറയുന്നത് ക്രിട്ടിക്കൽ ഫേസ് എന്നാണ്. ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതായത് നമ്മുടെ ഉണ്ണിമാങ്ങ ഉണ്ടായി, അതിൽ പൊഴിഞ്ഞു പോകേണ്ട, സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് പൊഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള മാങ്ങകൾ പൊഴിഞ്ഞു പോയതിനു ശേഷം ഉണ്ടാകുന്ന മാങ്ങകളുടെ വളർച്ചാഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം, ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ കൃത്യമായിട്ട് നനക്കണം. കൃത്യമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ മാവിന് എങ്ങനെയാണ് നനക്കുന്നത് ആ രീതിയിൽ, കൃത്യമായ രീതിയിൽ നമ്മൾ മാവിന് നനക്കണം. അതായത് ആഴ്ചയിൽ 2-3 തവണ എങ്കിലും നല്ല രീതിയിൽ നമ്മൾ മാവിന് നനക്കണം. ഈ നനക്കുന്ന കാര്യം പറയുമ്പോൾ 1-2 കാര്യം അതിന്റെ കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്നതൊക്കെ തന്നെ നമ്മുടെ മാവ് നമ്മുടെ കൃഷിയിടത്തിലോ പറമ്പിലോ ഒക്കെ കൃഷി ചെയ്യുമ്പോഴാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ ഇത് മാത്രമല്ല, നമ്മുടെ ചട്ടികളിൽ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രമ്മുകൾ കൃഷി ചെയ്യുന്നുണ്ട്. പൊതുവെ പറയുന്നത് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയും. ഇതുപോലുള്ള പാത്രങ്ങളിൽ കൃഷി ചെയ്യുന്നതിനെ കണ്ടെയ്നർ എന്ന് പറയും. നമുക്കൊക്കെ സുപരിചിതമായിട്ടൊരു വാക്കാണത്. ഇത്തരം കണ്ടെയ്നറുകളിലാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും 2-3 മാസത്തേക്ക് നിർത്താനൊന്നും പറ്റില്ല. കാരണം അതിന്റെ അത്രയും ഒരു ലിമിറ്റഡ് സ്പേസിലാണ് വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും ഈ കണ്ടെയ്നറുകൾ നനക്കാൻ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ ക്രിട്ടിക്കൽ ഫേസിലൊക്കെ നമ്മൾ നന്നായിട്ട് നനക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ നനക്കുന്നത് മണ്ണിൽ മാത്രമാകണം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും കാണുന്നതാണ് നമ്മൾ ഹോസൊക്കെ വെച്ച് നനക്കുന്ന ആളുകൾ മണ്ണിൽ നന്നായിട്ട് നനക്കും, അതിന്റെ കൂടെ നമ്മൾ മാവിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, വെള്ളം ചീറ്റി കൊടുക്കും, അല്ലെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അത് കുമിൾ ബാധക്ക് കാരണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ പൂക്കളായാലും മാങ്ങയായാലും ഉണ്ണിമാങ്ങയായാലും പലപ്പോഴും വലിയ മാങ്ങയായാലും പോലും ഇത്തരത്തിലെ കുമിൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആന്ത്രക്നോസ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മണ്ണിൽ മാത്രം നനക്കുക, നന്നായിട്ട് നനക്കുക, ആഴ്ചയിൽ 2-3 തവണ നനക്കുക. ഇത് മൂന്നാമത്തെ ഘട്ടം, അതായത് ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത്.
ഇനി ഒരു ഘട്ടവും കൂടി ഉണ്ട്, അതായത് നമ്മുടെ ഫൈനൽ ഫേസ്. ഫൈനൽ ഫേസ് എന്ന് പറഞ്ഞാൽ മാവ് പൂക്കുന്ന ഘട്ടത്തിലുള്ള ജലസേചനത്തിന്റെ അവസാന ഘട്ടം. അത് നമ്മൾ വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടമാണ്. വിളവെടുക്കുന്നതിന് തൊട്ട് 2-3 ആഴ്ച മുമ്പ് നമ്മൾ ജലസേചനം നിർത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ മാമ്പഴത്തിന്റെ മാധുര്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, മാങ്ങയുടെ സ്റ്റോറേജ് ലൈഫ്, നമ്മൾ മാങ്ങ പഴുത്തു കഴിഞ്ഞ് സൂക്ഷിച്ചാൽ സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമ്മുടെ ഈ സ്റ്റോറേജ് ലൈഫ് അല്ലെങ്കിൽ സൂക്ഷിപ്പ് കാലം നമുക്ക് നീട്ടിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ 4 ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാവ് പൂക്കുന്ന കാലത്ത് അല്ലെങ്കിൽ മാവ് പൂക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വെള്ളം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജലസേചനം ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 4 ഘട്ടമാണ്. ഒന്നാമത്തെ സ്ട്രെസ് പീരീഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഫേസ് ആണ്. മാവിന് നമ്മൾ സമ്മർദ്ദം കൊടുക്കുന്നു പുഷ്പിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഹോൾഡ് ഫേസ് ആണ്, നമ്മൾ നനക്കുന്നു പക്ഷെ നിയന്ത്രണത്തോടെ മിതമായിട്ട്. മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഫേസ് ആണ്, അത് മാമ്പഴത്തിന്റെ അല്ലെങ്കിൽ മാങ്ങയുടെ വളർച്ചയുടെ ഘട്ടമാണ്, നന്നായിട്ട് നനക്കുന്നു. അവസാനത്തത് ഫൈനൽ ഫേസ് ആണ്, അതായത് വിളവെടുപ്പിന് തൊട്ട് മുമ്പേ ഉള്ളതാണ്, നമ്മൾ ജലസേചനം നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ മാങ്ങയുടെ മാധുര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും സ്റ്റോറേജ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മാവിന്റെ ഈ ഘട്ടത്തിലുള്ള ജലസേചനം നമുക്ക് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം. കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം. പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.